അപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ ഈ മൂവിയിലുണ്ടായിരുന്നു. ഇനി ഈ മൂവിയിലുള്ള സീനിയർ ആക്ടേഴ്സ് ആരൊക്കെയാണ് വേറെ? അയ്യോ, ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ജോസേട്ടൻ്റെ ഒപ്പം ഒരു എക്സ്റ്റീരിയർ ലെജൻഡാണ് ജോസേട്ടനും. അപ്പോൾ ജോസേട്ടൻ്റെ ഒക്കെ ഇപ്പോൾ അഭിനയിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ശരിക്കും എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം അതുവരെ ഞാൻ ഹാങ് ഓവറിൽ ജോയിൻ ചെയ്യുന്നവരെ എനിക്ക് അറിയില്ലായിരുന്നു ഇതിൽ ഇന്ന ക്യാരക്ടർ ചെയ്യുന്നത് ജോസേട്ടനാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ജോസേട്ടനെ സെറ്റിലെത്തി കഴിഞ്ഞപ്പോൾ ആകെ ഷോക്ക്ഡായി പോയി. പെട്ടെന്ന് എനിക്കൊരു എന്താ പറയുക, ഒരു മടിയുണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് പുള്ളിയും നമ്മുടെ ഒരു ജോണറിൽപ്പെട്ട ആളാന്ന് മനസ്സിലായി. ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു സെറ്റിൽ. ഫൺ എലമെൻറ്റ് ഏറ്റവും എക്സ്ട്രീം ഒരു ഇതിലുള്ള പടമാണ് ഹാങ് ഓവർ. അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തിട്ടില്ല ഹാങ് ഓവർ പോലത്തെ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ബാക്കി ചെയ്തിരിക്കുന്ന സിനിമ ആണെങ്കിലല്ലോ ഒന്നല്ലെങ്കിൽ കുറച്ചൊരു സീരിയസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇത്തിരി മെച്യൂർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും. പക്ഷേ ഇതിനാൾ നമ്മുടെ ഒരു പ്രായത്തിൽ നിന്നിട്ട് ഹാങ് ഓവറിലാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഹാങ് ഓവറിൽ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തു. ഇനി ഭാവിയിലേക്ക് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തുളുമ്പുന്ന ഒരു ക്യാരക്ടർ? അല്ല, എല്ലാം ആഗ്രഹമുള്ള എല്ലാം ഇപ്പോൾ എല്ലാം ചെയ്യാൻ പോകുന്നതും ചെയ്യുന്നതും എല്ലാം എൻ്റെ ഡ്രീം ക്യാരക്ടേഴ്സാണ്. കാരണം സിനിമയിലോട്ട് വന്നിട്ടേ ഉള്ളൂ. എനിക്കിപ്പോൾ ഒരു പഴശ്ശിരാജെടുത്ത് ചെയ്യണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ പറ്റില്ല. നമ്മളെ കൊണ്ട് നമ്മൾ മനസ്സിൽ വെച്ച് നമ്മൾ ഒരു ആഗ്രഹം മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ലൈഫിലേക്ക് അത് അല്ല, എനിക്ക് സിനിമയിൽ വരണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അത് സംഭവിച്ചു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ എനിക്കൊരു ബോണസാണ്. തീർച്ചയായിട്ടും അത് മാക്സിമം എൻജോയ് ചെയ്യുക. എല്ലാ ക്യാരക്ടേഴ്സും എൻ്റെ മാക്സിമം നന്നായിട്ട് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നാലും കൂടെ അഭിനയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എന്താണ് സപ്പോർട്ടായിട്ടും അതുപോലെ കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റും തോന്നിയത് ആരോടായിരുന്നു നമ്മുടെ ഹാങ് ഓവറിൽ നിന്ന്? എല്ലാവരോടും തന്നെ. ഇപ്പോൾ ഷൈനോടാണെങ്കിലും ഗോവിന്ദനോടാണെങ്കിലും ഭഗത്തിനോടാണെങ്കിലും ഒരേ രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റും ഫ്രണ്ട്ഷിപ്പുമാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ പിന്നെ ഞാൻ ഭഗത്തുമായിട്ട് 2 പടങ്ങൾ ചെയ്തു. ഷൈനായിട്ട് ഞാനും ഷൈനും ഭഗത്തും കൂടിയിട്ട് പടം വീണ്ടും ചെയ്തു, ദൂരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും ഓരോ സെറ്റിൽ കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്നതോറും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനോട്ട് അതിൻ്റെ ഒരു ഡെപ്ത് കൂടിയിട്ട് വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമയിലുള്ള കുറേ നല്ല ഫ്രണ്ട്സുകളിൽ കുറച്ച് പേരാണ് ഇവർ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ചിലരോട് ചോദിക്കുമ്പോൾ പറയും ഒന്നെങ്കിൽ ഫുള്ളി ലവ് സ്റ്റോറി അല്ലെങ്കിൽ ഫുള്ളി ഒരു ഹ്യൂമർ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്റ്റോറി ചെയ്യണമെന്ന് ആഗ്രഹം എന്ന് പറയും. അങ്ങനെ വല്ല ഹ്യൂമറിന് കൂടുതൽ അല്ല, ഹാങ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സീരിയസ് മൂവിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ മാക്സിമം ഫൺ എലമെൻറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ ഞാൻ ദൂരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ലവ് സ്റ്റോറിയാണ്. അറ്റ് ദ സെയിം ടൈം അതിലൊരു സീരിയസ് ത്രെഡ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഓരോ പടങ്ങൾക്കും കൊറിയൻ പടത്തിലും അതിൻ്റെതായ സംഭവങ്ങളുണ്ട്, എല്ലാത്തിലും. ഓക്കെ, ഹാങ് ഓവർ എന്ന മൂവി സെലക്ട് ചെയ്തപ്പോൾ മക്ബുൽ ഏറ്റവും ആദ്യം നോക്കിയ കാര്യം എന്തായിരുന്നു? ഹാങ് ഓവർ എനിക്ക് ഒരിക്കലും കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയത് കാരണം AOP മാറ്റിന് ശേഷം എൻ്റെ ഒരു സിനിമയിൽ അവരുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നെ അടുത്ത് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കാരണം അവർ വീണ്ടും എന്നെ വെച്ചൊരു പടം ചെയ്യുന്നു. പിന്നെ ശ്രീധരന് എനിക്ക് മാറ്റിനിയുടെ സമയം മുതലേ അറിയാം. നമ്മുടെ ഒപ്പം മാറ്റിനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പും ഒരുപാട് അഡ്വൈസസുമായിട്ട് ശ്രീധരനുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ അന്ന് ആ കാലം മുതൽ ശ്രീധരനെ അറിയാം. അപ്പോൾ ശ്രീധരനോട് എനിക്ക് തോന്നുന്നു ഞാൻ പേഴ്സണലി ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് തന്നെ ഫസ്റ്റ് എന്നെ വിളിച്ചു. ആദ്യം ഞാനിതിൽ വേറൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ് ഇരുന്നത്. പക്ഷേ പിന്നെ അത് ശ്രീധരൻ പറഞ്ഞു, ഓക്കെ നീ ഒരു മെയിൻ ഹീറോ ക്യാരക്ടർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള ക്യാരക്ടർ നീ തന്നെ ചെയ്യണം, നിന്നിലൂടെയാണ് സ്റ്റോറി പോകുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസിലോട് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഹാപ്പി, ഭയങ്കര എക്സൈറ്റഡ് ആയി. ഓക്കെ, എനിക്ക് കുറച്ചും കൂടി നല്ല ക്യാരക്ടർ കിട്ടിയല്ലോ എന്ന്. അങ്ങനെ ആണ് ശരിക്കും ഹാങ് ഓവർ ഉണ്ടാകുന്നത്. ശ്രീധരൻ ഞാൻ ഹാങ് ഓവറിലോട്ട് വരുന്നത് അങ്ങനെ ഭയങ്കര ദൂരെ സംഭവിച്ചു. പിന്നെ ഇപ്പോൾ റിലീസാണ്. ശരിക്കും ഹാങ് ഓവറിലല്ല, ശരിക്കും പേടിയാണ്. കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ വെച്ച് ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു സിനിമയാണ്. തീർച്ചയായിട്ടും. ഫിലിം കരിയറിൽ മക്ബുലിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരാണ് എടുത്തു പറയാൻ പറ്റുന്നത്? ലൈക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് എൻ്റെ മൂത്താപ്പ. തീർച്ചയായിട്ടും. കേരളത്തിൻ്റെ മമ്മൂക്ക, കേരളത്തിൻ്റെ സ്വന്തം, നമ്മുടെ സ്വന്തം മമ്മൂക്ക. മൂത്താപ്പ തന്നെയാണ്. കാരണം മൂത്താപ്പയുടെ ഒരു പാഷൻ അല്ലെങ്കിൽ ഇപ്പോഴും ആ ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അഡ്മയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നോക്കി നിന്നു പോകും. കാരണം ഇപ്പോഴും മൂത്താപ്പ ഒരു സിനിമ ചെയ്യുമ്പോൾ, ഒരു കമ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോഴും മൂത്താപ്പ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമ അല്ലെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഇപ്പോൾ മൂത്താപ്പൊക്കെ ഉള്ളത്. സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനും എന്തൊരു ഗെറ്റപ്പ് ചേഞ്ച് വരുത്താനും എന്തൊക്കെ സഹിക്കാനും തയ്യാറായിട്ടാണ് ഇപ്പോഴും മൂത്താപ്പ ഉള്ളത്. സോ എപ്പോഴും ഇൻസ്പയറിങ്ങും ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്തിട്ടുള്ള മൂത്താപ്പ. ഹാങ് ഓവർ പോലെ ഇനിയും ഉണ്ടാവും നല്ല നല്ല സിനിമകൾ വരുന്നത്.
ഓക്കെ, ഏതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ്? ഇനി വരാൻ പോകുന്നതും ഒപ്പം തന്നെ എല്ലാം ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടർ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച ക്യാരക്ടറാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കേരള ടുഡേ കപിലേട്ടൻ്റെ അമലേട്ടൻ്റെയും അഞ്ജലി മേനോൻ്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ഫിലിമാണ് കേരള ടുഡേ. അതിനുശേഷം പിന്നെ ചെയ്തത് ദൂരം. ഇത് ഈ പറഞ്ഞ പോലെ ഭഗത്തും ഞാനും ഷൈനും ഒക്കെ കൂടി ഒരുമിച്ചുള്ള സിനിമയാണ്. അതൊരു ലവ് സ്റ്റോറിയാണ്. പിന്നെ കൊറിയൻ പടം സുജിത് എസ് നായർ ചെയ്യുന്ന ഇപ്പോഴത്തെ എന്താ പറയുക ഒരു കറണ്ട് സീനാരിയിൽ സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കൊറിയൻ പടം ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഇനിയുണ്ട് 2-3 പ്രൊജക്റ്റുകൾ. എല്ലാത്തിലും പിന്നെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവർ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഹാങ് ഓവറാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും മമ്മൂക്ക ചെയ്ത മൂവീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പം മമ്മൂക്ക ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ മനസ്സിലിങ്ങനെ തട്ടി നിൽക്കുന്ന, അതുപോലെ എനിക്കും ഒരെണ്ണം ചെയ്യണമെന്ന് തട്ടി നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സ് ഇല്ല, കാരണം ചെയ്യാൻ നമുക്ക് കൊണ്ട് പറ്റൂലെന്ന് അറിയാം. അത് മമ്മൂക്കയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതിൻ്റെയൊക്കെ എക്സ്ട്രീമിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പറയും. എന്നാലും ഏറ്റവും കൂടുതൽ ചെയ്യണമെന്ന് മമ്മൂക്ക ചെയ്തതിൽ വെച്ച് ഒന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ട്. മൂത്താപ്പ് ചെയ്ത തനിയാവർത്തനമാണെങ്കിലും അമരം, വടക്കംവീരാജ, അങ്ങനെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ ഇപ്പോൾ പുതിയ ബാല്യകാല സഖയാണെങ്കിൽ പോലും നമ്മൾക്കൊരിക്കലും കണ്ട് കൊതിക്കാൻ മാത്രം പറ്റുന്ന, അല്ലെങ്കിൽ ഒരിക്കലും അയ്യോ ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലൊന്നും ആഗ്രഹിക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സാണത്. കാരണം ചെയ്താലും നമ്മളെ കൊണ്ട് അത് അത്രയും ഉയരത്തിലൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഹാങ് ഓവർ എന്ന മൂവിയുടെ വിശേഷങ്ങൾ കേട്ടു. ഇനി ഈ മൂവിയെക്കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് മക്ബൂലിന് പറയാനുള്ളത്? ഹാങ് ഓവർ എന്ന് പറഞ്ഞ സിനിമ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ, എല്ലാ ജനറേഷനിലും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരിക്കും. ഇതിന് ഒരിക്കലും ന്യൂ ജനറേഷനെന്നോ ഓൾഡ് ജനറേഷനെന്നോ പറയാൻ പറ്റാത്തൊരു സിനിമയാണ് ഹാങ് ഓവർ. ശരിക്കും യൂത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോയവർക്കും ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിരിക്കും ഹാങ് ഓവർ എന്ന് പറഞ്ഞ സിനിമ. ശരിക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. കാരണം ഇത്ര നല്ലൊരു സിനിമ, ഇത്ര നല്ലൊരു ക്രൂവിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. എല്ലാവരും ഒരേ രീതിയിൽ എൻജോയ് ചെയ്യുന്നൊരു സിനിമയായിരിക്കും ഹാങ് ഓവർ. എല്ലാവരും പോയി കാണണം. തിയേറ്ററിൽ വരുമ്പോൾ എല്ലാ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഹാങ് ഓവർ എന്ന മൂവി പ്രേക്ഷകരെ എല്ലാവരും കൈ നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് എല്ലാവിധ ആശംസകളും നമ്മൾ പ്രത്യേകിച്ച് കൈരളി VTV നമ്മളെല്ലാ ക്രൂസിൻ്റെയും ഒക്കെ വിഷ് ചെയ്യുന്നു. സോ ഓൾ ദി ബെസ്റ്റ് മക്ബൂൽ. താങ്ക് യു.